നമ്മൾ കാണാത്തത് അല്ലെങ്കിൽ കണ്ടെത്താത്തത് ഇല്ല എന്ന് പറയാമോ? അങ്ങനെ ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റോ? സയൻസിൽ പറ്റോ? നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെ എന്നത് കൃത്യതയോടെ ആദ്യമായി വിശദീകരിച്ചത് മോഡേൺ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹസൻ ഇബ്നുൽ ഹൈസം ആയിരുന്നു. സൂര്യനിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് അവ നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് വസ്തുവിനെ നാം കാണുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. പിന്നീട് 600-ലധികം വർഷങ്ങൾക്ക് ശേഷം ഈ കാഴ്ച സാധ്യമാക്കുന്ന സൂര്യപ്രകാശത്തെ പഠനവിധേയമാക്കിയ സർ ഐസക് ന്യൂട്ടൻ തന്റെ പ്രിസം എക്സ്പെരിമെന്റിലൂടെ സാധാരണ രീതിയിൽ വെളുത്ത നിറത്തിൽ കാണുന്ന സൂര്യപ്രകാശത്തിൽ 7 നിറങ്ങളുണ്ട് എന്ന സത്യം തെളിയിച്ചു. ഒരു നൂറ്റാണ്ടിന് ശേഷം ഈ 7 നിറങ്ങളുടെ താപനിലയെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ സർ വില്യം ഹെർഷൽ റെഡിനപ്പുറം സൂര്യപ്രകാശത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് രശ്മികൾ ഉണ്ടെന്ന് അവിചാരിതമായി കണ്ടെത്തി. റെഡിനപ്പുറം ഇൻഫ്രാറെഡ് രശ്മികൾ ഉണ്ടെങ്കിൽ വയലറ്റിനിപ്പുറം കാണാത്ത കിരണങ്ങൾ ഉണ്ടായിക്കൂടെ? അങ്ങനെ ഒന്നുണ്ടാകാമെന്ന അനുമാനത്തിൽ പരീക്ഷണത്തിലേർപ്പെട്ട യോഹാൻ വിൽഹം റിട്ടർ വയലറ്റിന് ഇപ്പുറമുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ കണ്ടെത്തി. 1867 ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ തന്റെ പ്രസിദ്ധമായ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ആവിഷ്കരിക്കുകയും ഇൻഫ്രാറെഡിന് അപ്പുറവും കിരണങ്ങളുണ്ടെന്ന് പ്രവചിക്കുകയും ചെയ്തു. മാക്സ്വെല്ലിന്റെ പ്രവചനത്തിന്റെ ചുവടുപിടിച്ച് പരീക്ഷണത്തിലേർപ്പെട്ട ഹെൻറിച്ച് ഹെർട്സ് 1887 റേഡിയോ തരംഗങ്ങളെ ലബോറട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുകയും മാക്സ്വെല്ലിന്റെ പ്രവചനം സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാത്ത ഈ റേഡിയോ തരംഗങ്ങളാണ് ഇന്നത്തെ മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷനിലും സ്പേസ് ടെക്നോളജിയിലുമെല്ലാം ഉപയോഗിക്കുന്നത്. റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തി വർഷങ്ങൾക്ക് ശേഷം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത മറ്റു രശ്മികൾ കൂടിയുണ്ടെന്ന് മനുഷ്യൻ കണ്ടെത്തി. നമ്മൾ കാണാത്തതോ മനുഷ്യേന്ദ്രിയങ്ങൾ കൊണ്ട് ഉണ്ടെന്ന് അറിയാൻ കഴിയാത്തതോ ആയ കാര്യങ്ങൾ ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇത്തരം കണ്ടെത്തലുകളിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുമായിരുന്നില്ല. ശാസ്ത്രം പഠിക്കുന്നവരും ശാസ്ത്രം പഠിപ്പിക്കുന്നവരും ഒരു വസ്തുത ഇല്ല എന്ന വിശ്വാസം വെച്ചുപുലർത്തേണ്ടവരല്ല. മനുഷ്യരായ നാം വളരെ കുറച്ചു കാര്യങ്ങളെ കണ്ടെത്തിയിട്ടുള്ളൂ. ഭൂമിയുടെ ഏകദേശം 2/3 ഉൾക്കൊള്ളുന്ന സമുദ്രത്തിന്റെ 5% മാത്രമാണ് നാം കണ്ടെത്തിയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അത്യത്ഭുതമായ പ്രപഞ്ചത്തിന്റെ 5% താഴെ മാത്രമാണ് നാം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ എന്നും പറയപ്പെടുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ പദാർത്ഥ ലോകത്തിനും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും അതീതനായ ഒരു ദൈവം ഇല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നത് തികഞ്ഞ അറിവില്ലായ്മയാണ്. അഹങ്കാരം കൊണ്ട് അവന് ബാധിക്കുന്ന അന്ധതയാണത്.